നമ്മള് ചാണം ഇറക്കിട്ടാ നൊസ്റ്റാൾജിയാണ് കേട്ടോ ഈ സാധനം. ഹായ് എൻ്റെ ചെറുകിഴങ്ങ് ദൈവങ്ങളെ, ഇതിൽ കണ്ടമാനുണ്ടാവണേ. തോലില്ല, ഇത് ഇങ്ങനെ അടത്തേണ്ട് വരും. ഈ വക സാധനത്തിന് ആകെ കുറച്ച് 800 മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങോട്ട് പോയേ ഇത് ഒരെണ്ണം പറിച്ചോക്കാനാ. അല്ല, സുജിതിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അപ്പൊ സുജിതിക്ക് ഭാഗ്യമുണ്ട്. ഈ എല്ലുമ്പിലാണ്ട് മോന്തയാണ് മുട്ടിപ്പിച്ചാണ്ട് കൊടുത്തു. ഇത് നാളികേരാ. ഇമ്രം മലർന്ന് ഒറ്റ എടുപ്പ് മൂത്രം സാറിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. സാറ് അവിടെ ഉണ്ടാവും നോക്കാട്ടെ. നമ്മള് ചാണം ഇറക്കിട്ടാ. നമ്മുടെ മുന്നത്തെ ചാണം ഇറക്കി ഇത് ഫ്ലോപ്പായില്ലോ, പരാജയം സംഭവിച്ചല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ ചാണം കൊണ്ടുവരുന്ന പൗലോസേട്ടൻ ഇത് ചാണം കൊണ്ടുവന്നുണ്ട്. സമയം 2 മണി നേരത്തിന് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഇത് ചാണം ഇതിന് ഇറക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ചാണം നമ്മൾ അവിടെ ഇനി അറ്റത്തന്നെ കൊണ്ടുവന്നിരുന്നത്. ഇപ്പം എങ്ങനെ അടയ്ക്കുക? ഇനിയിപ്പോൾ വെള്ളം വന്ന് നാശമായി പോലില്ല. അങ്ങനെ നമ്മുടെ പൗലോസേട്ടൻ ചാണം കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ചെയ്തു കേട്ടോ. അത് നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിൽ ഇവിടെ, അതായത് കണ്ടമാനം ചവറ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇത്രയ്ക്ക് നിറഞ്ഞു. അപ്പം അതിൻ്റെ മീതെ ഒരു നിരപ്പിൽ ചാണം കൊണ്ടുവന്നിട്ടു. ഇപ്പം മഴക്കാലം നല്ലല്ലോ. അപ്പോൾ അത് ഇങ്ങോട്ട് അമർന്ന് എന്താ ഐഡിയ എങ്ങനെയുണ്ട്? ഒരളവക്ക് പറവാല് അല്ല, അത് ഇത്രയ്ക്ക് അധികം ഇവിടെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ല, ഇനി മീതെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ ബാക്കിയുള്ള നമ്മുടെ സ്ഥിരം സ്ഥലമായ അവിടെ ആ തെങ്ങിൻ്റെ ഇടയ്ക്ക് വന്നിട്ടു. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വലിയ സംഭവമാണ്. വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം കണ്ടില്ലേ, നമ്മുടെ ചെറുകിഴങ്ങ്. നിങ്ങൾ അധികം പേര് കണ്ടിട്ടില്ല സാധനമാണ്. അത് വിളവെടുക്കാമെന്ന് പറയണില്ലേ, ഞാൻ അത് പറിക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെ ഇത് ഇതിൻ്റെ കടയ്ക്ക് ഇത് കഴിഞ്ഞു. ഇപ്പോൾ എന്തോരം കടയ്ക്കുണ്ടെന്ന് അറിയുന്നില്ല. പണ്ടൊക്കെ ഒരു കട വീട്ടിൽ നമ്മുടെ ഈ പറമ്പിൽ എന്ന് പറഞ്ഞ് ചെറുകിഴങ്ങ് ഇങ്ങനെ കുറേ കുത്തി വെച്ചിട്ടുണ്ട്. തടങ്ങൾ 3-4 തടങ്ങളുണ്ടാവും. ഇതൊക്കെയല്ലേ വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ തിന്നാനായിട്ട് പുഴുങ്ങി തരുന്നത് ചെറുകിഴങ്ങ്. ആ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്കും ഇതില്ല. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ ഈ സാധനം. മുള്ളുണ്ട് ഈ സാധനത്തിൻ്റെ. ഇങ്ങനത്തെ ഇതിട്ട ചേട്ടൻ എക്സ് ഷേപ്പില്, അത് എക്സ പോലെ ഇതാണ് പിടിച്ചേ. അത് മുള്ളു കയറണ്ട കേട്ടാ. മുള്ളുണ്ട് ആ, അത് ജാതി വൃത്തിയായിട്ട മുള്ളുണ്ട്. ഇത് ബാക്കിയുള്ള സാധനങ്ങൾ പോയല്ലേ. ഇതെല്ലാവർക്കും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല. ചെറുകിഴങ്ങ് കഴിച്ചിട്ടുണ്ടാവോ? നീ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഇവിടുവാ. ആരോടാ? എന്നോടാണോ? ജാതി ഞാൻ ആര് പിടിച്ച സാധനം കേട്ടാ. അത് മാറ്റട്ടെ. ഇവിടെയൊക്കെ നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്. നോക്കിയാൽ കുറേ പച്ചമുളക് നട്ടു. ആ ഷീറ്റ് പരിപാടിയാണ് ചെയ്യുന്നത്. കണ്ട നമ്മുടെ ഈ ഷീറ്റില്ലേ, എന്തൊരു ഷീറ്റ് എന്ന് പറയും? മൾച്ചിങ് ഷീറ്റ് എന്ന് കേട്ടാ. ഈ സാധനം കൊണ്ടാണ് ഇപ്പോൾ ചെയ്യണത്. കണ്ട പച്ചമുളകൊക്കെ നട്ടു. വെണ്ട അവിടെ ഈ കേബേജിൻ്റെ ഇതിൽ ആക്കി. അവിടെ പിന്നെ ഇവിടെ കോളിഫ്ലവറിൻ്റെ ഇതാക്കി. കുറേ പരിപാടികളൊക്കെ ഇങ്ങനെയൊക്കെ വിക്രികളൊക്കെ ചെയ്തു. അപ്പോൾ ഉദ്ഘാടനം പറിക്കാൻ പോകണം കേട്ടോ. ഇത് പറിക്കിന് എന്തോരം ചെറുകിഴങ്ങ് ഉണ്ടെങ്കിൽ. ഹായ്, കൂർക്ക പോലെ അല്ലേ? കൂർക്ക പോലെ ഇരിക്കുന്നത് ഇതാണ് സാധനം. കണ്ട, ഇതാണ് ചെറുകിഴങ്ങ്. കണ്ടപ്പോൾ നിറയെ ഞാരുകളുണ്ടാവും. ഹായ്, ഞാൻ 50 കൊല്ലം മുമ്പുള്ള കാലത്തേക്ക് ഓർമ്മ പോകുന്നു. അത്യാവശ്യം ഇത് നല്ല വലിപ്പുണ്ടാവും. ഇത് നല്ല വീട്ടിൽ പണ്ടുണ്ടാവുന്നത് ഇത്രയ്ക്ക് നീളത്തിലുണ്ടാവും. ഇങ്ങനെ ശരിക്കും വെറുതെ പുഴുങ്ങും. ഇത് കഴുകും. കൂട്ടാൻ വെക്കുന്നില്ല, പുഴുങ്ങി തിന്ന നല്ല രസം. മറ്റേ ചെറിയ വഴുവഴുന്നുണ്ടാവും. മനസ്സിലായി. പണ്ട് അമ്മ ഇങ്ങനെ കൊണ്ടുവരാറുണ്ടെന്ന് തോന്നുന്നു. ആ, പണ്ടുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും ചെറുകിഴങ്ങ്. അതേ കൊല കൊലയായിട്ടുണ്ടീ. കഴിഞ്ഞു.
ഇതിലത്തെ ഒരെണ്ണം കൂടി പറിക്കാം അല്ലേ? അതുമേ പിന്നുണ്ടാ മണികളുണ്ടാ? അതില്ല, അത് നല്ല വലിപ്പം വേണം. ഇത് എന്തൊട്ട് ചാവാരി പിടിച്ച സാധനം ഉണ്ടാവും. ഇത് വലിപ്പം ഒന്നുമില്ല. ഇത് ഞാൻ ഇടാം. എൻ്റെ ചെറുകിഴങ്ങ് ദൈവങ്ങളെ, ഇതിൽ കണ്ടമാനുണ്ടാവണേ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഇത് കറക്റ്റായി. അങ്ങനെയാണ് ഇത് പുഴുങ്ങിയിട്ട് ജഗു സ്കൂളിൽ വിട്ട് വരുമ്പോൾ പുഴുങ്ങിയിട്ട് കൊടുക്കായിരുന്നു കേട്ടോ. ഇത് നിനക്ക് സരിത കണ്ട നമ്മള് തിന്നേണ്ടി വരും. ജഗു തിന്നോന്ന് അല്ല, ആളുകൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ കൊടുത്തൊക്കെ. അയ്യോ മുള്ളുണ്ട്. ആ അതേ കണ്ട, ഇത് ഒരെണ്ണം കള കൊണ്ടുണ്ട്. അല്ല ഒടിഞ്ഞ് പറ്റില്ല കണ്ട. ഇത് തന്നെ കണ്ട എനിക്ക് വെള്ളം കണ്ട, ഒരു വഴുവഴുപ്പുണ്ടാവും ഇതിന്. എന്നിട്ട് പുഴുങ്ങി കഴിഞ്ഞില്ലേ ഇത് ഇങ്ങനെ ഇതിൻ്റെ തോലില്ല, ഇത് ഇങ്ങനെ അടത്തേണ്ട് വരും. അടർത്തി വരുമ്പോൾ ചിലത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിലത് കൊള്ളി കളികൾ തിന്നുള്ളതില്ലേ ആ ടൈപ്പ് ഉണ്ടാവും. പിന്നെ നല്ല ടേസ്റ്റിൽ കൊള്ളി തിന്നാൻ പറ്റും നമുക്ക്, അതുപോലത്തെ ടൈപ്പ് ഉണ്ടാവും. ഇതൊക്കെ മറ്റേ ഉള്ളിയും ജീരകവും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉഴുക്ക് പോലെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റിൽ കഴിക്കാൻ തോന്നുന്നു, വെറുതെ പുഴുങ്ങി തിന്നണേനേക്കാളും. ശരിയാ. ഇത് പറിച്ച് സ്ഥലം കാര്യമൊക്കെ ആയി തന്നെ, അല്ലാണ്ട് ചെറുകിഴങ്ങ് പറിച്ച് എടുത്ത് വയ്ക്കും. അല്ലാന്ന് ഈ ആ പറിക്കുന്ന ടൈം ആകുമ്പോഴേ കംപ്ലീറ്റ് പറിച്ച് ഇത് വയ്ക്കും. നമുക്ക് എന്തോരം വിളവ് കിട്ടി നോക്കാം. ചെറുകിഴങ്ങ് ഇപ്പം 4 കടയല്ല വെച്ചിട്ടുള്ള ആകെ 5 കടയുണ്ടായിരുന്നു അല്ലേ? അയ്യോ കള കിട്ടിയീ വേണ്ട. ഞാൻ അതിലില്ലാന്ന് ചോദിച്ചത് കടാ. നെയ്യ് പിടിപ്പിക്കും. പിള്ളേർകൾക്കൊക്കെ ഇതൊക്കെ എന്ത് വേണം. എന്തൊരു ചെറുകിഴങ്ങ്, ഇത് വലിയ കിഴങ്ങ്. ഇത് അടുത്ത കട കേട്ടാ. വലുത് കുഴപ്പമില്ലേ? നമുക്കൊരു കുഞ്ഞു കുടുംബത്തിന് ആവശ്യത്തിനുണ്ട് ഇത് ചെറുകിഴങ്ങ്. ഇതേ ലാസ്റ്റ് കട കേട്ടാ. ഇല്ലേ കുഴപ്പമില്ല, ഞാൻ കിട്ടും കഴിഞ്ഞു. കട ഇത്ര കിട്ടിയെന്നുള്ളതാണ്. ഈ വക സാധനത്തിന് ആകെ കുറച്ച് 800 മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ചട്ടിയിൽ കേട്ടാ, ചട്ടിയിൽ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഒരു വിലയില്ലാത്ത സാധനം തന്നെ. ചട്ടിയിലേക്കിട് നോക്കിയേ, ആർക്കൊക്കെ വേണ്ട കൊടുക്കാം. ആ സുജിതിക്ക് പിള്ളേർക്ക് പുഴുങ്ങി കൊടുക്കാനായിട്ട് ഒരു ഇത് കൊടുക്കാം. അത് പോകണതില്ലേ, പോകുമ്പോഴേ നമുക്കിത് ഇത്രയ്ക്കധികം വേണ്ടല്ലോ. ഇതൊക്കെ തിന്ന് പഠിക്കട്ടെ ഇപ്പോഴത്തെ പിള്ളേരുകൾ. ജഗ്ഗുയിൽ ആരെങ്കിലും ഒക്കെ തിന്ന് പഠിക്കട്ടെ. പണ്ട് കാലത്ത് അച്ഛനമ്മമാരൊക്കെ തിന്ന് അതിൽ നിന്നുണ്ടായിട്ടുള്ള ഓരോ വക ഇതുകൾ ഇന്നാക്കിയാണല്ലോ ഇവർക്ക് ശരീരത്തിന് വലിപ്പം കിട്ടുന്നത്. നമ്മൾ കഴിച്ചിട്ടുള്ള എൻ്റെ ഞാൻ പറഞ്ഞിരുത്തിട്ടുണ്ടോ? കഴിഞ്ഞല്ലേ കണ്ട ഇത്രയ്ക്ക് ചെറുകിഴങ്ങ് കിട്ടി നമുക്ക്. സുജിതോട് പറഞ്ഞോളാം പോകുമ്പോൾ കുറച്ച് ചെറുകിഴങ്ങ്. സുജിത റോഡ് വൃത്തിയാക്കാൻ വന്നിട്ട് നമ്മുടെ റോഡ് കാട് പിടിച്ചു. അപ്പം 2 ദിവസമായിട്ട് അവള് വൃത്തിയാക്കുന്നുണ്ട്. റോഡ് കഴിഞ്ഞിട്ടില്ല, ഒരു ദിവസം കൂടി വരേണ്ടി വരും. ഈ സ്ഥലം ക്ലീനായി ഒന്നുമില്ലല്ലേ നീ? അല്ല കുറേ ഉണ്ടായിട്ട് എന്തിനാ ചേട്ടൻ തന്നെ പറയണത് ആർക്കും വേണ്ടെന്ന്? അല്ല ആളുകൾക്ക് വേണ്ടതൊന്നും നമുക്കിപ്പോൾ എന്തോരം തിന്നാൻ പറ്റും? ഇത് ഇനി വിത്തിനെടുത്ത് വയ്ക്കണ്ട. ഇനി എപ്പോഴാ ഇത് നടേണ്ട സമയം? എപ്പോഴാ നടേണ്ട ടൈം? ദേ വരണം, മാർച്ച് ഏപ്രിൽ മാസം. അപ്പൊ കൂർക്കട പോലെ എടുത്ത് വെച്ചിട്ട് അതന്നെ സെയിം സിസ്റ്റം. പണ്ട് കാലത്ത് അമ്മ അല്ല തലന്നുള്ളിട്ട് കുഴിച്ചിടല്ലോ ചെയ്യാ. അതാ അങ്ങനെ അങ്ങനെ കുഴിച്ചിടും. അത് ഇങ്ങനെ ചെറിയ ഈ കലത്തിലേ പഴയ മൺകലത്തിലാണ്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് കൂർക്ക, പിന്നെ ചെറുകിഴങ്ങ്, ഇതൊക്കെ ഇങ്ങനത്തെ വിത്തുകളില്ലേ നടു സാധനങ്ങൾ, ചേമ്പ്, ചേന, എല്ലാ സാധനങ്ങളും അമ്മ എടുത്ത് വയ്ക്കും. കംപ്ലീറ്റ് സാധനങ്ങൾ വീടിൻ്റെ മറ്റേ അപ്പുറത്ത് ഒരു ചായ്പ് പോലത്തെ ഒരു മുറിയുണ്ട്. മെയിൻ തള്ളപ്പരയുണ്ട്. തള്ളപ്പര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള വെട്ടുകല്ലുകൊണ്ട് പണിതിട്ടുള്ള പെര. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ചായ്പിലാണ്. ഇപ്പോൾ ഇത് മെയിൻ പെര. ഈ സാധനം ഇങ്ങനെ വിചാരിക്കുക. അത് ശരിക്കും വെട്ടുകല്ലുകൊണ്ട് പണിതിട്ടുണ്ട്. വെട്ടുകല്ല് അല്ലെങ്കിൽ മെയിനായിട്ട് ഒരു തള്ളപ്പര എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ്പുകൾ വീടിൻ്റെ അപ്പുറത്തേക്ക് എല്ലാം വശത്തേക്കില്ല. അപ്പോൾ ഈ ചായ്പിലത്തെ റൂമിൻ്റെ ഈ സൈഡിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. ചില പാമ്പുകളൊക്കെ വന്നിരിക്കും. ഞാൻ പണ്ട് പറയുന്നത് കിടന്നുറങ്ങുമ്പോൾ അമ്മേരെ കാലിൻ്റെ വിരലിൻ്റെ ഇത് കൂടെ വെള്ളിക്കെട്ടൻ ഇഴഞ്ഞു പോയിട്ടുണ്ട്. വെള്ളിക്കെട്ടൻ ഇഴഞ്ഞു പോയിട്ടുണ്ട്. വെള്ളിക്കെട്ടൻ അകത്തേക്ക് കയറി വരുന്ന പാമ്പ്. ആ
സുജിത നിനക്ക് അടിപൊളി ഒരു സാധനം തരാട്ടാ. എനിക്ക് അടിപൊളി സാധനം തരാം. നിങ്ങട് വാ. അവൾ പ്രതീക്ഷിക്കും. മതിയടി നിനക്ക് സാരില്ല, തിങ്കളാഴ്ച വന്നാ മതി. നിനക്ക് ഒരു കൂട്ടാൻ വെക്കാൻ ഭയങ്കര വിഷമം. അവള് 2 ദിവസം കൊണ്ട് ഇത് തീർക്കാൻ പറ്റുന്ന വിചാരിച്ചു. എനിക്കറിയായിരുന്നു 2 ദിവസം കൊണ്ട് തീരില്ല എന്ന്. അപ്പൊ ആൾക്ക് ഭയങ്കര വിഷമം. ഇത് തീർന്നിട്ടില്ല, ഇനി ഒരു ദിവസത്തേക്കുള്ള ഇഷ്ടം പോലെ ഉണ്ട് ഇനി. അപ്പോ തിങ്കളാഴ്ച ഇനി വരാൻ പാടില്ല. ഇനി വേറെ ഏതോ അവള് പോണ വീടുകളിൽ ഇനി നാളെ മറ്റന്നാളൊക്കെ പോണം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, സാരില്ല ഇനി തിങ്കളാഴ്ച വന്നിട്ട് തീർത്താ മതി എന്ന് പറഞ്ഞു. നമുക്കേ അവൾക്ക് കുറച്ച് കൂർക്ക പറിച്ചു കൊടുക്കാം അവൾക്ക്. വാ കൂർക്ക പറിക്കാം. കൂർക്ക പറിക്കുന്നതിന് മുമ്പ് നമ്മള് വൈകുന്നേരം കൊള്ളി പറിക്കാൻ വന്നല്ലോ. ആ കൊള്ളി പറിക്കാൻ വന്നപ്പോ ബാക്കിയുള്ളതാണിത്. അന്ന് പറിച്ചത് അല്ലേ? അയ്യോ, അതിലൊരു കഥ മുഴുവനാക്കിയില്ല എന്നിട്ട് കുറെ പേര് വിഷമം പറഞ്ഞിട്ടുണ്ട്. ചാർലിക്കും ഇമ്രാൻ എല്ല് കൊടുത്തിട്ട് എന്തിട്ടുണ്ടായി എന്ന് പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല. അത് അപ്പം ആ നടന്ന കാര്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കും. നിങ്ങളിങ്ങനെ ഭയങ്കര കഷ്ടമാണ് ഈ ചെയ്യണത്, കഥയൊക്കെ പകുതിയിൽ നിർത്തിയിട്ട് പോവല്ലേന്ന്. അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ചേട്ടനാണ് ദൃക്സാക്ഷി. ചേട്ടൻ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പകത്തായിരുന്നു. എനിക്ക് വന്ന ഇതൊക്കെ അഭിനയിച്ച് കാണിച്ചു തരാ ചെയ്ത. അപ്പൊ അതുപോലെ ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു എന്തിട്ടുണ്ടായിരുന്നു. അയ്യോ, അവിടെ ഓടി ഓടി അഭിനയിക്കേണ്ടി വരും. അപ്പൊ അവിടേക്ക് പോയിട്ട് കാണിച്ചു തരാട്ടെ. ഇപ്പൊ ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ചു തരേണ്ട, അത് വീട്ടില് കാണിച്ചു തരേണ്ടി വരും അല്ലേ? കൂർക്ക വേണ കൂർക്ക എടുത്തോ. നേരം വയ്യ കവർ ഇവിടെ എന്തേലൊക്കെ ഉണ്ട്. കവർ ഞാൻ എടുത്തിട്ട് വരാന്ന് വെച്ചാ, അകത്തുനിന്ന് കവർ എടുത്തിട്ട് വരാം. ചേട്ടാ പറിച്ചോ? വേണ്ട വേണ്ട, അവിടെ ഉണ്ടാ? ഇവിടെ കവറുണ്ട്. അതെ, ആർക്കുള്ളിലേക്ക് വേണമെന്ന്? അവള് പോണ സ്ഥലത്ത് വീട്ടിലേക്ക് വേണമെന്ന്. എത്ര എണ്ണം? 3 ബോട്ടിൽ വേണം. അവർക്ക് 3 ബോട്ടിൽ വേണമെന്നാ? ഇതാ നിനക്ക് ഒരു സാധനം ഞാൻ ചെറുകിഴങ്ങ് എന്ന് പറയുന്ന സാധനം കണ്ടിട്ട, അത് നിനക്ക് എത്തിച്ചു തരാം. അത് പിള്ളേർക്ക് പുഴുങ്ങി വെച്ച് കൊടുക്ക്. കൊള്ളി ഇത് പോരാ ചേട്ടാ, അത് കൊടുക്കണ്ട, അത് കൊടുക്കണ്ട. കൊള്ളി ഒരു കട പറിച്ചു തരാം. അല്ല, ഒരു കട പറിക്കാന്ന്. ഇത് മറ്റേ മനുഷ്യർ താഴത്തത് വേണ്ടിട്ട് പറിച്ചതാ. മനുഷ്യർ അതെ. ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ല. സാധാരണ ഉണ്ടാവാറില്ല, സാധാരണ ഒന്നും ഉണ്ടായി കിട്ടാറില്ല. ഒരു തടം മുഴുവൻ പറിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടാൻ എന്നാ കിട്ടാറില്ല. പക്ഷെ ഇപ്രാവശ്യം കുഴപ്പമില്ല. സാറില്ലടി, കുഴപ്പമില്ല. അല്ല, നിനക്കൊരു കൂട്ടാനല്ല തരല്ലേ വേണ്ടോ? സരിത തല മാറ്റിയേ. ഒരു മേടം എന്റെ തല മാറ്റാനല്ലേ? അത് മിണ്ടോ നോക്കാൻ ഇല്ല. സുജിതേ ഇങ്ങോട്ട് മാത്രമല്ല പണിക്ക് തന്നെ, വേറെ സ്ഥലത്ത് പോകണ്ടേ. അപ്പോൾ അവിടെ ചില വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെ. അപ്പോൾ അവർക്ക് നമ്മുടെ ചേവനപ്രാശ അല്ല ഉള്ളിലേഹില്ലേ, നിനക്ക് ഉള്ളിലേഹി ഇഷ്ടമായി? പിള്ളേര് കഴിക്കണ്ട? മൂത്തോള് കഴിക്കണ്ട? ഉള്ളിലേഹിയും കഴിച്ചിട്ട് വണ്ണം വെക്കണ്ട? അല്ല, അവൾക്ക് വയ്യാണ്ട ഇതൊക്കെ മാറിയില്ലേ? ഛർദിയും ഫുഡ് ഇൻഫെക്ഷൻ പിടിച്ചിട്ട് പിള്ളേര് തവിട് പൊടി ഒല്ലുപള്ളി പെരുന്നാളിന്റെ സമയത്ത് ഒന്നുമില്ലല്ലോ അല്ലേ? ഈ തടത്തിന്റെ ഇവിടെ പറിച്ചപ്പോ നല്ലോണം കിട്ടിയതല്ലേ ഈ ഭാഗം? അല്ല കുഴപ്പമില്ല, പറിച്ചു ചേട്ടൻ. ഇതിലിപ്പോ ഇവിടെ നിന്നൊക്കെ പറിച്ചില്ലേ, അതിൽ നല്ലോണം ഉണ്ടായിരുന്നു. വലിയ വലിയ മണികളായിരുന്നു. ഇവിടെ പറിക്കാം. ഇതൊക്കെ ലോട്ടറി പോലെ. അമ്മക്ക് കൊടുത്തത് ഭയങ്കര ഇഷ്ടായി അവർക്ക്. കണ്ണംകുളങ്ങരക്ക് കൊടുത്തില്ലേ? ഇതിലുണ്ട് അതിലിട്ട് അറിയില്ല എന്തോരം വേണമെന്നുള്ളത്. അവിടെ ഒരു സ്ഥലത്ത് മണ്ണിൽ ശരി എന്നിട്ട് താക്കോല് വാങ്ങിക്കാൻ വന്നത് അങ്ങോട്ട് വായുണ്ണിയാ. കഴിയണമെന്ന് ആഗ്രഹം നിനക്ക്? അതന്നെ, കഴിയണമെന്ന് ആഗ്രഹം. ജഗും 3-4 ദിവസം അടുപ്പിച്ച് കൂർക്കന്നെയല്ലേ സ്കൂളിൽ കൊണ്ടുപോയി. സുജിത പറഞ്ഞ നമ്മളറിയില്ലേ. അതിലുണ്ട്
ആ പറിക്കാറിയോ ഒരുമിച്ച് നട്ടതല്ലേ. അതിലൊക്കെ ഉണ്ടോന്ന് അറിയുന്നില്ലേ. എനിക്കിപ്പോ നിങ്ങളുടെ കൂർക്ക പറിക്കുന്നത് കാണുമ്പോഴേ അല്ല കൂർക്ക അങ്ങനെ സുജിത എങ്ങനെ നിക്കണേ അല്ലാന്ന് നീ ഇനി ആക്കൊന്നും വേണ്ട, നീ കിടന്നേരം പണി എടുക്കല്ലായിരുന്നു. അതെ, അല്ലാതെ ഇങ്ങനെ പെണ്ണുങ്ങളുടെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ വട്ടം കൂടി ഇങ്ങോട്ട് ഇരിക്കും. അപ്പോൾ അങ്ങനെ പറിച്ച് പറിച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊന്നല്ല ഉണ്ടാവാ, ഒരു കൂമ്പാരം ഉണ്ടാവും കൂർക്ക. ആ കൂമ്പാരം കൂടും കൂർക്ക പറിച്ച്. ചാക്കിലേക്ക് കൊണ്ടുവരില്ലേ? ആ ചിലർക്ക് നന്നാക്കാൻ ഭയങ്കര ദേഷ്യ കൂർക്ക. ആ പണ്ട് ചൂരക്കൊട്ട മറ്റേ ചൂരക്കൊട്ട എന്ന് പറഞ്ഞാൽ ഇപ്പിള്ളേർക്കൊന്നും അറിയില്ല. കിണറ് ചേറിക്കണ കൊട്ടയുണ്ട്. ആ ചെറുേട്ടന്റെ താറ് വന്നുട്ടാ ഇന്നലെ. അത് കസ്റ്റമൈസേഷൻ കൊറേ ഉണ്ട്, അതിൽ കൊറേ വർക്ക് ഉണ്ട് ചെയ്യാനായിട്ടേ. അപ്പൊ തൽക്കാലം എന്നിട്ടാ 4 ടയറ് മാറ്റി. അത് ബേസ് മോഡൽ അല്ലേ, അപ്പൊ അതിലൊന്നുമില്ലാന്ന്. അപ്പൊ അതിൽ ഇനി കൊറേ പൈസ ചെലവഴിക്കണം. ടയറാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. ടയറിന് ഒരു പ്രത്യേകത, ടയറിന് പ്രത്യേകത. ടയർ സാധാരണ ടയറാണോ? അതായത് സാധാരണ ടയറിന് അതിന് 9,000 രൂപയുടെ വിലയുള്ളോ. ഇപ്പൊ ഇട്ട ടയറിന് 16,000 മീതി വില ഒരു ടയറിന്. അങ്ങനെ 4 ടയർ മാറ്റി, 5 ടയറ്. ആ പിന്നെ എന്തിട്ടൊക്കെയോ സച്ചിൻ കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറയണു. അല്ല സച്ചിനല്ല, സഞ്ജു. സഞ്ജുന്റെ കല്യാണം കഴിഞ്ഞില്ലേ? മറ്റോൻ ആലോചിക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. ഇത് ഒരെണ്ണം പറിച്ചു വെക്കില്ല സരിത. അവന് മഹീന്ദ്രയുടെ ഷോറൂമില്. അപ്പൊ എന്താ അങ്ങോട്ട് പോയേ? ഇത് ഒരെണ്ണം പറിച്ചു വെക്കാനാ. അല്ല ഇത് മറ്റേ കൊള്ളിയൊക്കെ കടയ്ക്ക് ഒരെണ്ണം വെച്ചതല്ലേ, എങ്ങനെയുണ്ടെന്ന് അറിയാനാണ്. ഇതിൽ വല്ല ഉണ്ടോന്ന്. സുജിതിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിനക്ക് അവളുടെ സമയം ചിട്ടുണ്ട് ചേട്ടാ. ഇവിടെ നിന്ന് തന്നെ പറിച്ചു കൊടുത്തിട്ട് അതിന് വിട്ടേ. ഒരെണ്ണല്ല ഇത്. അയ്യോ ഇത് വല്ല ഉണ്ടോ നോക്കറീ. ശരി, അത് വൈകി വെച്ചതല്ലേ? ആ വൈകി വെച്ചത് ഉണ്ടോ നോക്കട്ടെ. ഇത് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു കേട്ടോ. നീ നോക്കിയോട്ടെ, ഇടാൻ കിട്ടോ? ഉണ്ടാ ഉണ്ട്, ഇതും ഉണ്ട്, കുഴപ്പമില്ല. മതി, ഒരു കടക്കിന് പറിക്കാം. ഞങ്ങൾക്ക് പോയിക്കുന്നായിരുന്നു ഇന്നാ. ഇന്ന് വഴുതനങ്ങിയിരുന്നു. കടക്കിന്റെ ഇഷ്ടം. ആ മിക്ക ദിവസം കാലത്ത് കൂർക്കവും വെക്കുക. അപ്പൊ കൂർക്കും തൈര് സ്കൂളിൽ കൊണ്ടുപോണതേ. നിങ്ങൾക്ക് ചെറുകിഴങ്ങ് തരാം, അയിലിൽ വെച്ച് കൊണ്ടുപോയാൽ മതി. കിഴങ്ങ് ഇതിന് ആവശ്യം കൂർക്ക ഇരിക്കുക അല്ലേ? മണ്ണ് വരൂ. ഇതുപോലെ ചട്ടി വെച്ചിട്ട് വാരിടുണ്ടായിരുന്നു. ഇതേനെ നീ കൊണ്ടുപോവാ പിടിച്ച് ഇങ്ങനെ വെക്കാം. അടിപൊളി പണികളാ. ചെറുകിഴങ്ങ് ഇതിരിക്കാൻ ഇട്ടൂടെ? ഞങ്ങൾക്ക് പകുതി മതി, നിനക്കും പകുതി. നിന്റെ വീട്ടിലും ഇത്ര മതി നമുക്ക് സരിത? മതി. സുജിതയുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലേ. അടിപൊളി ആയിട്ടാ. അപ്പൊ കൊള്ളി നിനക്ക് വേണം? കൊള്ളി വലിക്കാ പറിക്കാതെ സമയമൊന്നും വേണ്ട. കൊള്ളി ഒരു കൊള്ളി ഊനി പറിക്കാൻ എന്തായാലും വീക്ക്നെസ്. അതെ, കൊള്ളി നമ്മുടെ കൊള്ളി നമ്മുടെ അത്ര ഗതി ഉണ്ടാവില്ല. അത് ഞാൻ കൊള്ളിക്ക് അധികം വളം അല്ല. ഈ വെണ്ണൂറേ നമുക്ക് വെണ്ണൂറ് അധികമില്ല. വെണ്ണൂറാണ്. ഒരു കൂട്ടാൻ നിനക്ക് ഒരു കൂട്ടാനുണ്ട്. ആ ഭാഗ്യം. അപ്പൊ സുജിതിക്ക് ഭാഗ്യമുണ്ട്. സൂപ്പർ കൊള്ളി എന്ന് പറഞ്ഞില്ലേ, സൂപ്പർ കൊള്ളിനിത്. ഒരു മിനിറ്റ് ചേട്ടാ. ഇവിടെ ആ പറിച്ചോടത്ത് ഒന്ന് ഇതാക്കി നോക്കി ചിലപ്പോ കിട്ടൂട്ടാ. വെറുതെ ഒന്ന് മണ്ണിളക്കി നോക്കിയേ. പിടിച്ചേ, നമ്മുടെ വിളവെടുപ്പാണ്. മതി. പറിച്ചോടങ്ങി. ഏതാ? അത് വള്ളിച്ചീര. അതിന്റെ എല്ലാം നുള്ളി കൂട്ടാൻ വെക്കും, പിന്നെ എല്ലാം കൊണ്ട് ബജ്ജി ഉണ്ടാക്കും. അതന്നെ. ഞാനാ ചവിട്ടിയ? പിന്നെ ആരാ ചവിട്ടണത്? നീ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? എന്നാ ഞാൻ തന്നെ ആയിരിക്കും. ആ ചവിട്ടി. ശരി, തിങ്കളാഴ്ച വായോ.
അതെ നമ്മള് ഞായറാഴ്ച 3 ഇത്രയ്ക്ക് പോകുന്ന എല്ലുകളാണ് കൊണ്ടുവന്നേട്ടാ. 3 എല്ലുകൾ കൊണ്ടുവന്നു. 3 എല്ലുകൾ കൊണ്ടുവന്നിട്ട് ഇല്ല നീ എവിടെയാന്ന് അറിയാൻ രണ്ടെല്ല് ഇവിടെ വെച്ചുട്ടാ. അപ്പൊ എല്ല് കണ്ട വഴിക്ക് തന്നെ ഈ ചാർലിക്ക് മനസ്സിലായി സംഗതി നമുക്കുള്ള കോളാണെന്ന് മനസ്സിലായി. ചാർലി ഈ 2 എല്ലിൻ്റെ അവിടേക്ക് വന്നു. 3ാമത്തെ എല്ല് ഞാൻ കൊണ്ടുപോയിട്ട് ദാ തെങ്ങിൻ്റെ അവിടെ ഇല്ലേ അവിടെ കൊണ്ടു വെച്ചുട്ടാ. അവിടെ കൊണ്ടു 3 എല്ല് കൊണ്ടുവന്നിട്ട് അവിടെ കുടഞ്ഞിട്ട വശം തന്നെ ഇമ്രാൻ അപകടം മനസ്സിലായി. ഇങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങൾ എന്തുകൊണ്ടെന്നാലും ഇമ്രാൻ അതിൻ്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ തന്നെ ചാർലി കടിക്കാൻ വരും ഇമ്രാനെ. അത് കാരണം ഇമ്രാൻ അറിയാം ഇതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ കടി കിട്ടുമെന്ന് അറിയാം. അത് കാരണം ഇമ്രാൻ അവശ്യം ശ്രദ്ധിക്കാണ്ട് ആ സ്ഥാനത്ത് പോയി കിടന്നു. ആ ഇരിപ്പിടല്ലേ നമ്മുടെ ബെഞ്ചില്ലേ അത് അപ്പൊ ചേട്ടൻ അവിടെ കൊണ്ടുവച്ചു കൊടുത്തു. അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ ചാർലിയാണ് ഈ 2 എല്ലുമ്മല്ലാണ്ട് കമ്മടിച്ച് കിടന്നുട്ടാ. പണി തുടങ്ങി. എല്ലുമ്പോ നന്നായിട്ട് മാംസമുണ്ടേ. അവർ പരമാവധി ചെത്തിയെടുത്തിട്ടുണ്ടെങ്കിലും കുറച്ചുണ്ടാവുമല്ലോ. അപ്പൊ തന്നെ വെട്ടിയിട്ടുള്ള അതിന്റെയാണ് പോത്തിന്റെ. എന്നിട്ട് ഞാനെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പൊ ഇമ്രാൻ അതിനിടയ്ക്ക് ചാർലി ഇമ്രാൻ്റെ നോട്ടം നോക്കിയെന്ന് തോന്നുന്നുണ്ട്. ആ നോട്ടത്തോടുകൂടി കഴിഞ്ഞു. ഇമ്രാന്റെ കൂത്ത് കഴിഞ്ഞു. പിന്നെ ഇമ്രാന് ഇത് മതിയാരിലേക്ക് ഇതിയാരില്ല. ഇമ്രാൻ പിന്നെ ഇവിടെയാണ് എല്ല് കൊണ്ടിട്ടാ. ഞാൻ ചായ തരാം. എല്ല് ഇവിടെ കൊണ്ടിട്ടു. ഇവിടെ കൊണ്ടിട്ടപ്പോ ഇമ്രാനെ ഞാൻ വിളിച്ചു. ഇവിടെ കൊണ്ടപ്പോ ഇമ്രാൻ എല്ലുമ്പോ നോക്കി ഇങ്ങനെ അതിന്റെ അടുത്ത് പോണില്ല. ചാർലി എല്ലാവരും കൂടെ നോക്കിക്ക ഇതെന്തൊട്ട് പൊട്ടന്നായി എന്ന് പറയാ ചേട്ടൻ. അതിന് തൊട്ടടുത്തത് അപ്പൊ ഞാനേ തൊട്ടില്ല. അപ്പൊ ഇമ്രാനെ ഞാൻ ഇങ്ങനെ പിടിച്ചു. ഇടുവാന്ന് പറഞ്ഞിട്ട് എല്ലുമ്പിലാണ്ട് മോന്തേനെ മുട്ടിപ്പിച്ചാണ്ട് കൊടുത്തു. നാളികേരല്ലേ ഇത്? നാളികേരാ. ഇതിങ്ങനെ മുട്ടിപ്പിച്ചാണ്ട് കൊടുത്തു. മണടിപ്പിച്ചാണ്ട് കൊടുത്തു. ഇങ്ങനെ കുറച്ചേരം നിൽക്കുന്നു. ഇങ്ങനെ കുറച്ചു നേരം അങ്ങോട്ട് നിന്നപ്പോ ഇമ്രാന് ഇതിന്റെ ഗന്ധമൊക്കെ കിട്ടി. കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ അവിടെ നോക്കിയപ്പോ ചാർലി അവിടെ ചേട്ടാ. അപ്പൊ ഇമ്രാൻ ഇതേപോലെ തന്നെ ഞാൻ മാറി കഴിഞ്ഞ ഇമ്രാൻ അവിടെ പോയി ഇങ്ങനെ നിന്നു. പിന്നെ അവിടെ കിടന്നു. അവിടെ കിടന്നു ഇതുമ്പോ നോക്കി കിടക്കണ്ട. അതിന്റെ ഒപ്പം തന്നെ അങ്ങോട്ട് നോക്കണ്ട്. ആ മൂലയില് ചാർലി അവിടെ യുദ്ധാണ്. 2 എല്ലുണ്ടേ. ആ ഒരെല്ലുമ്പോ ഇത്തിരി നേരം കടിക്കും, ഒരെല്ലുമ്പോ കടിക്കും. അപ്പോഴേക്കും കാക്കകളെ അവിടെ നോക്കി വന്നു. പിന്നെ അപ്പൊ ഇവൻ നോക്കിയപ്പോ ഇതുപോലെ തന്നെ കള്ളനോട്ടായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ നോക്കിയപ്പോ ചാർലി ഇങ്ങോട്ട് വരുന്നില്ല. കുറെ നേരമായിട്ട് വരുന്നില്ല. അപ്പൊ പതുക്കെ ഇത്തിരി നീങ്ങി എടുക്കും. കുറച്ച് നീങ്ങി എടുക്കും. ഇത്തിരി നീങ്ങും, പിന്നെ ഇത്തിരി നീങ്ങും, പിന്നെ ഇത്തിരി നീങ്ങും. അവസാനം ഇതെടുത്തിട്ട് ആ അറ്റത്ത് പോയി കിടന്നു. ആ അറ്റത്ത് പോയി കിടന്നിട്ട് പതുക്കെ നക്കി കടിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ചാർലിക്ക് പെട്ടെന്ന് ബോധം. ഒരു പീസുമല്ല. അപ്പൊ ചാർലി പഴയല്ലേ നല്ല കടിയാ. ഈ സമയത്താണ് ചാർലിക്ക് ഓർമ്മ വന്നത് 3 എല്ല് മുതലാളി കൊണ്ടുണ്ടായിരുന്നല്ലോ. അതിൽ 2 എണ്ണല്ലേ ഇവിടെ ഉള്ളോ. ബാക്കി ഒരെണ്ണം അവിടെ പോയി. ഇമ്രാനോട്ട് കാണാനുമില്ല. ആളവിടുന്ന് ഒരു വരവ് വരുന്ന ഇമ്രാനാണ് ഈ എല്ലുമേ ഇതിങ്ങനെ തുടങ്ങി. ചാർലി വന്ന് മേത്തിയോട് ചാട്ടണ്. ഇമ്രാൻ മലർന്നൊരു ഒറ്റ കടുപ്പ് മൂത്രം പൂക്കുറ്റി പോലെ മേശ പോണ പോലെ. എന്നിട്ട് അപ്പോഴേക്കും 3-4 കാക്കകള് അയലിന്റെ അവിടേക്ക് വന്നു. ചാർലി ഇത് വിട്ടവഴിക്ക് അങ്ങോട്ട് ഒരു ഒട്ട കേട്ടോ. ചാർലിക്ക് അത് നോക്കണം, ഇത് നോക്കണം, ഇമ്രാൻ തൊട്ട് നോക്കണം, കാക്കട് തൊട്ട് നോക്കണം. ചാർലി കൊറേ ശ്രമിച്ചു ഇത് കടിച്ച് അവിടെ കൊണ്ടാക്കാൻ. അപ്പൊ പിന്നെ ഒരു സ്ഥലത്ത് തന്നെ നോക്കാതെ നിന്നാ മതിയല്ലോ. പക്ഷെ ഇത് പൊന്തണില്ല, ആൾക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പൊ അങ്ങോട്ട് ഓടി കാക്കകൾ ഓടിപ്പിക്കും. അപ്പൊ ഇമ്രാൻ ഇത് കടിച്ചാലോ ചെയ്തിട്ട് അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും അവിടെ കാക്കകൾ വന്നു. അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ഓട്ടം. പാവം ചാർലി ക്ഷീണിച്ചു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എന്തിരണ്ടായേ? കൊറേ കഴിഞ്ഞപ്പോ നമ്മളകത്തേക്ക് പോയി. ഞങ്ങളെ സദ്യ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് അവിടെ ഇറച്ചി എന്താ പറയാ പടവരാട് ഒരുവിധം കച്ചവടമൊക്കെ കഴിഞ്ഞു. അപ്പൊ ചേട്ടൻ അറിയണ ആളാണേ. അപ്പൊ ചേട്ടൻ വെറുതെ നല്ല എല്ലുണ്ട് നമ്മുടെ ചാർലിക്ക് ഇമ്രാനും, നമുക്ക് ഇപ്പൊ തന്നെ വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് വരേണ്ട വഴിക്ക് കാറിന്റെ ഉള്ളിൽ അത് വെച്ച് വരണ്ട. അല്ല ഞാൻ ചേച്ചിയൊക്കെ ഉണ്ട് വണ്ടിയിൽ. ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ പോയിട്ട് സ്കൂട്ടർ എടുത്ത് പോയി വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പോയിട്ട് സ്കൂട്ടർ എടുത്ത് പോയിട്ടാണ് അത് വാങ്ങിച്ചിട്ട് പിന്നെ ഇവർക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മള് കിടന്ന് ഉറങ്ങി. പിന്നെ കിടന്ന് നല്ല ഉറങ്ങി. സദ്യ ഉണ്ട് എന്റെ ക്ഷീണം. പിന്നെ ചാർലി പിന്നെ ആ എല്ലുകളെ സൂക്ഷിച്ചു വയ്ക്കും. ഓരോ സ്ഥലത്തുകൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വയ്ക്കും. ഇമ്രാനെ തൊടാനൊന്നും പാടില്ല.
കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഇമ്രാന്റെ കടിക്കൽ ഇതൊക്കെ ഒരു വിധം ഇതൊക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോ ചാർലിയുടെ കുറെ സമയം കടിക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ചാർലി അത് ഇവിടുന്ന് മാറിപ്പോവും. അപ്പൊ ഇമ്രാന് അത് കടിക്കാം. അങ്ങനെയാണ്. ഒന്നുമില്ല, വെറുതെ അത് നമുക്ക് അടിച്ച് പല്ലിനെ അരിപ്പ് മാറ്റാതെ തന്നെയുള്ളൂ. ഒരു കഷ്ണം ഇവിടെ ഉണ്ട്, ബാക്കി ഇതുകൾ എവിടെ പോയി? ചാർലി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ചാർലിക്ക് ഇമ്രാൻ എവിടെയാടാ? അതായിട്ട് ഉച്ച തിരിഞ്ഞിട്ട് രണ്ടെണ്ണത്തിന് കാണണം, ക്ഷീണിച്ച അവശരായിട്ടേ. ചാലനെ ഓടി 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 വയ്യാണ്ടായി, കൈയും കാലൊക്കെ കുഴഞ്ഞു ചാർലിയുടെ. ഇമ്രാന് പിന്നെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു എല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കൊക്കെ ചാർലി ഒന്ന് അഴഞ്ഞു. ചാർലിക്ക് മനസ്സിലായി ഈ 3 എണ്ണം ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഒരെണ്ണം അവിടെ എടുത്തോട്ടേത്. അങ്ങനെ ചോറൊക്കെ കൊടുത്തു. നോക്കിയോ ചേട്ടൻ ഒന്ന് കാണിച്ചു കൊടുത്തോ. ഇവിടെ തന്നെയുണ്ട് 2 എല്ലും. അതെ 3 എണ്ണം ഇവിടെ തന്നെയുണ്ട്. 3 ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്കാട്ടാ, നോക്കാനുള്ള എളുപ്പത്തിന്. ഇമ്രാനടാ ഇപ്പൊ അത് എല്ല് മാത്രമായി, അതുപോലത്തെ മാംസമൊക്കെ കഴിഞ്ഞു. ഒന്നുമില്ല, എല്ല് മാത്രമായി. വെറുതെ പല്ലിനെ കടിക്കാനായിട്ട്, അല്ല പല്ലിന്റെ അരിപ്പ് തീർക്കാനായിട്ടുള്ള. പക്ഷെ അത് കൊണ്ടുവച്ചു വെച്ചിട്ട് ഇമ്രാന്റെ ചവിട്ടി എടുത്തോണ്ടോലും നിന്നിട്ടില്ല കേട്ടാ. രാത്രി ഇമ്രാനെ പൂട്ടിയില്ല, ഈ സാധനം ഉണ്ടല്ലോ. അപ്പൊ ഇമ്രാൻ എന്തുട്ടാ ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞിട്ട് എവിടെ കാലത്ത് എണീറ്റ് വാതിൽ തുറക്കുമ്പോ ബാക്കിലത്തെ ചവിട്ടികളൊക്കെ ഫ്രണ്ടിൽ അവന്റെ സ്ഥലം ഉണ്ട്, അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാരും പറഞ്ഞു അവന്റെ മറ്റേ എല്ല് കൊടുത്തു കഴിഞ്ഞിട്ട് സ്വഭാവം മാറുന്നു. പക്ഷെ ഒരു കാര്യമില്ല, ആൾക്ക് ആ വക സാധനങ്ങള് നിങ്ങൾ എന്തുട്ട് സ്വർണ്ണ കരണ്ടി എനിക്ക് വായിൽ കൊടന്ന് വെച്ച് തന്നാലും കാര്യമില്ല, ഞാൻ എന്റെ സ്വഭാവം പുറത്തെടുക്കും. അതെന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് ഇമ്രാൻ അത് കൊണ്ടുവരും. ഞാൻ അവിടെ അടിച്ചു വരാൻ പോകും. സാറിന്റെ അങ്ങോട്ട് പോയി നോക്കാം, സാറവിടെ ഉണ്ടാവും നോക്കാട്ടെ. അതേ ഇന്നലെ വൈകുന്നേരം വലിയൊരു മൂർക്കം പാമ്പിനെ ആ പണിസ്ഥലത്തിൻ്റെ അവിടെ നിന്ന് കൊന്നു. എല്ലാവരും കൂടി തല്ലി കൊന്നു. അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യായിരുന്നു വണ്ട സാധനം. അപ്പം ഒരു മൂർക്കുണ്ട് ഇവിടെ. ഇല്ല വണ്ടി ഇല്ല. വണ്ടിയാ അവിടെ പിടിക്കാൻ കൊണ്ട് പോയില്ലേ? വണ്ടിയുടെ ടയറ് കാണിച്ചു തരാം. ഇതല്ലേ ടയറ്? വണ്ടി എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ടയറ് ഇത് മാറ്റിയത്. ടയറ് കണ്ട് തൃപ്തിപ്പെടാം നമുക്ക്. വണ്ടിയിലെ ഉള്ളിലത്തെ വർക്കുകൾ ചെയ്യാൻ കൊണ്ടുപോയേക്കാം. ഇനി നാളെ വൈകുന്നേരം കിട്ടില്ല. അയ്യോ നാളെ വൈകുന്നേരം കിട്ടില്ല. എവിടെ വെച്ചിട്ട് പാമ്പിന് വന്നേ മൂർക്കാൻ? അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ നോക്കായിരുന്നു അല്ലേ? വലിയ പാമ്പാ? അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ.